ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എവരി ഡേ എം കാൽക്കുലേറ്റിംഗ്. ഈ വീഡിയോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ടോപ്പിക്കിനുള്ളിൽ വരുന്ന ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചിട്ടാണ്. ഇലക്ഷൻ കമ്മീഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ഭരണഘടന, ഇലക്ഷൻ കമ്മീഷൻ ഇവയൊക്കെ എല്ലാ PSC എക്സാമുകൾക്കും റെയിൽവേ എക്സാമുകൾക്കും ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കും മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ചാനൽ ഒന്ന് സജസ്റ്റ് ചെയ്യുക. ഒപ്പം നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ നോക്കാം, ഇലക്ഷൻ കമ്മീഷൻ. ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 324 എന്താണ്? ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 324 അല്ലെങ്കിൽ അനുച്ഛേദം 324 എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ്. ആർട്ടിക്കിൾ 324 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പ് ഏത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഓപ്ഷൻസിൽ ചിലപ്പോൾ ആർട്ടിക്കിൾ 324 മാത്രമേ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഓപ്ഷനിൽ ആർട്ടിക്കിൾ 324 മാത്രമേ ഉള്ളൂ എങ്കിൽ ആർട്ടിക്കിൾ 324 എന്ന് എഴുതാം. എന്നാൽ ആർട്ടിക്കിൾ 324 മുതൽ ആർട്ടിക്കിൾ 329 വരെയാണ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. എന്താണ് പറഞ്ഞത്? ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 324 മുതൽ ആർട്ടിക്കിൾ 329 വരെയാണ്. ഇനി ദി സ്റ്റഡി ആൻഡ് സയന്റിഫിക് അനാലിസിസ് ഓഫ് ഇലക്ഷൻസ് ഈസ് കോൾഡ് സെഫലോളജി. ഇലക്ഷനെ കുറിച്ചുള്ള പഠനവും അതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥിതിവിവര കണക്കുകളുടെയൊക്കെ പഠനത്തിനെയാണ് സെഫലോളജി എന്ന് പറയുന്നത്. എന്താണ്? തിരഞ്ഞെടുപ്പിനെയും അതുമായി ബന്ധപ്പെട്ട സ്ഥിതിവിവര കണക്കുകളുടെയും പഠനമാണ് സെഫലോളജി എന്ന് പറയുന്നത്. ഫാദർ ഓഫ് ഇന്ത്യൻ സെഫലോളജി പ്രണോയ് റോയ് ആണ്. ഇന്ത്യൻ സെഫലോളജിയുടെ പിതാവാണ് പ്രണോയ് റോയ്. എന്തൊക്കെയാണ് പറഞ്ഞത്? ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 324 മുതൽ ആർട്ടിക്കിൾ 329 വരെയാണ്. തിരഞ്ഞെടുപ്പിനെയും അതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥിതിവിവര കണക്കുകളുടെയും പഠനമാണ് സെഫലോളജി എന്ന് പറയുന്നത്. ഇന്ത്യൻ സെഫലോളജിയുടെ പിതാവായി അറിയപ്പെടുന്നത് പ്രണോയ് റോയ് ആണ്. ഒരിക്കൽ കൂടി പറയാം, തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 324 മുതൽ 329 വരെ. തിരഞ്ഞെടുപ്പിനെയും അതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥിതിവിവര കണക്കുകളുടെയും പഠനമാണ് സെഫലോളജി. ദി സ്റ്റഡി ആൻഡ് സയന്റിഫിക് അനാലിസിസ് ഓഫ് ഇലക്ഷൻസ് ഈസ് കോൾഡ് സെഫലോളജി. ഫാദർ ഓഫ് ഇന്ത്യൻ സെഫലോളജി, ഇന്ത്യൻ സെഫലോളജിയുടെ പിതാവ് എന്ന് പറയുന്നത് പ്രണോയ് റോയ് ആണ്. ഇലക്ഷൻ കമ്മീഷൻ came into force on 25th January 1950. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 ജനുവരി 25-നാണ്. എന്താണ്? കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 ജനുവരി 25-നാണ്. നാഷണൽ വോട്ടേഴ്സ് ഡേ 25th January ആണ്. എന്താണ് നമ്മൾ ആദ്യം പറഞ്ഞത്? ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത്, കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത് 1950 ജനുവരി 25-നാണ്. അതുകൊണ്ട് തന്നെ നാഷണൽ വോട്ടേഴ്സ് ഡേ ആയി ആചരിക്കുന്നത് ജനുവരി 25-ആണ്. എന്തൊക്കെയാണ് പറഞ്ഞത്? കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 ജനുവരി 25-നാണ്. നാഷണൽ വോട്ടേഴ്സ് ഡേ ആയി ആചരിക്കുന്നത് ജനുവരി 25-ആണ്. 2011 മുതലാണ് ജനുവരി 25 നാഷണൽ വോട്ടേഴ്സ് ഡേ ആയി ആചരിക്കാൻ തുടങ്ങിയത്. എന്ന് മുതലാണ്? 2011 മുതലാണ് ജനുവരി 25 നാഷണൽ വോട്ടേഴ്സ് ഡേ ആയി ആചരിക്കാനായിട്ട് തുടങ്ങിയത്. ഇലക്ഷൻ കമ്മീഷന്റെ ആസ്ഥാനം, ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ഇലക്ഷൻ കമ്മീഷൻ, നിർവാചൻ സദൻ എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ്? ഇലക്ഷൻ കമ്മീഷന്റെ ആസ്ഥാനം നിർവാചൻ സദനാണ്. നിർവാചൻ സദൻ എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 ജനുവരി 25-നാണ്. നാഷണൽ വോട്ടേഴ്സ് ഡേ ആയി ആചരിക്കുന്നത് ജനുവരി 25-നാണ്. 2011 മുതലാണ് ജനുവരി 25 നാഷണൽ വോട്ടേഴ്സ് ഡേ ആയി ആചരിക്കാൻ തുടങ്ങിയത്. ഇലക്ഷൻ കമ്മീഷന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് നിർവാചൻ സദനാണ്. ന്യൂഡൽഹിയിലാണ് നിർവാചൻ സദൻ സ്ഥിതി ചെയ്യുന്നത്. ഒരിക്കൽ കൂടി പറയാം, കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 ജനുവരി 25-നാണ്. നാഷണൽ വോട്ടേഴ്സ് ഡേ ആയി ആചരിക്കുന്നത് ജനുവരി 25-നാണ്. 2011 മുതലാണ് ജനുവരി 25 നാഷണൽ വോട്ടേഴ്സ് ഡേ ആയി ആചരിക്കാൻ തുടങ്ങിയത്. ഇലക്ഷൻ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ നിർവാചൻ സദനാണ്. എന്താണ്? ന്യൂഡൽഹിയിലെ നിർവാചൻ സദനാണ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഇലക്ഷൻ കമ്മീഷൻ കൺസിസ്റ്റ് ഓഫ് എ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് 2 ഇലക്ഷൻ കമ്മീഷണേഴ്സ്. ഇലക്ഷൻ കമ്മീഷനിൽ ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും
2 ഇലക്ഷൻ കമ്മീഷണർമാരും ഉൾപ്പെടെ 3 പേരാണ് ആകെയുള്ള അംഗങ്ങൾ എന്ന് പറയുന്നത്. എന്താണ്? ഇലക്ഷൻ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം 3 ആണ്. ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 ഇലക്ഷൻ കമ്മീഷണർമാരും ഉൾപ്പെടെ ആകെ 3 അംഗങ്ങളാണുള്ളത്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാലാവധി, ദ ടെന്യൂർ ഓഫ് ഇലക്ഷൻ കമ്മീഷണേഴ്സ് ഈസ് 6 years or 65 years of age. എന്താണ്? കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് ഒന്നുകിൽ 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. ഏതാണോ ആദ്യമാകുന്നത് 65 വയസ്സാവുകയോ അല്ലെങ്കിൽ 6 വർഷം കംപ്ലീറ്റ് ആകുന്നതോ ആണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ്. ഇലക്ഷൻ കമ്മീഷണേഴ്സ് ആർ അപ്പോയിന്റഡ് ബൈ ദി പ്രസിഡന്റ്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇലക്ഷൻ കമ്മീഷനിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 ഇലക്ഷൻ കമ്മീഷണർമാരും ഉൾപ്പെടെ ആകെ 3 അംഗങ്ങളാണ് ഉള്ളത്. എന്താണ്? ഇലക്ഷൻ കമ്മീഷനിൽ ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 ഇലക്ഷൻ കമ്മീഷണർമാരും ഉൾപ്പെടെ ആകെ 3 അംഗങ്ങളാണ് ഉള്ളത്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാലാവധി എത്രയാണ്? ഒന്നുകിൽ 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാകുന്നത് വരെയാണ് ഇലക്ഷൻ കമ്മീഷനിലെ അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇലക്ഷൻ കമ്മീഷനിൽ ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 ഇലക്ഷൻ കമ്മീഷണർമാരുമാണ് ഉള്ളത്. അങ്ങനെ ആകെ 3 അംഗങ്ങളാണ് ഉള്ളത്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാലാവധി എന്ന് പറയുന്നത് 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ലോക്സഭ, രാജ്യസഭ, സംസ്ഥാന നിയമസഭ എന്നീ തിരഞ്ഞെടുപ്പുകൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. എന്താണ്? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ലോക്സഭ, രാജ്യസഭ, സംസ്ഥാന നിയമസഭ എന്നീ തിരഞ്ഞെടുപ്പുകൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് ആരാണ്? കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. അപ്പോൾ ഇതുവരെ പറഞ്ഞത് ഒരിക്കൽ കൂടി പറയാം. ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 324. ആർട്ടിക്കിൾ 324 മുതൽ ആർട്ടിക്കിൾ 329 വരെ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. തിരഞ്ഞെടുപ്പിനെയും അതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥിതിവിവര കണക്കുകളുടെയും പഠനമാണ് സെഫലോളജി. ഇന്ത്യൻ സെഫലോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് പ്രണോയ് റോയിയാണ്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1980 ജനുവരി 25-നാണ്. നാഷണൽ വോട്ടേഴ്സ് ഡേ ആയി ആചരിക്കുന്നത് ജനുവരി 25-നാണ്. 2011 മുതലാണ് ജനുവരി 25 നാഷണൽ വോട്ടേഴ്സ് ഡേ ആയി ആചരിക്കാൻ തുടങ്ങിയത്. ഇലക്ഷൻ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ നിർവാചൻ സദനാണ്. പിന്നെ ഇപ്പോൾ പറഞ്ഞത് ഇലക്ഷൻ കമ്മീഷനിൽ ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 ഇലക്ഷൻ കമ്മീഷണർമാരും ഉൾപ്പെടെ ആകെ 3 അംഗങ്ങളാണുള്ളത്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാലാവധി എന്ന് പറയുന്നത് 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ലോക്സഭ, രാജ്യസഭ, സംസ്ഥാന നിയമസഭ എന്നീ തിരഞ്ഞെടുപ്പുകൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് ആരാണ്? കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. എന്താണ്? രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ്, ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ്, ലോക്സഭാ തിരഞ്ഞെടുപ്പ്, രാജ്യസഭാ തിരഞ്ഞെടുപ്പ്, സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് എന്നീ തിരഞ്ഞെടുപ്പുകൾക്കെല്ലാം മേൽനോട്ടം വഹിക്കുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. General elections to the first Lok Sabha were held in India between 25th October 1951 and 21st February 1952. ഇന്ത്യയിലെ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടന്നത് 1951 ഒക്ടോബർ 25 മുതൽ 1952 ഫെബ്രുവരി 21 വരെയാണ്. എന്താണ്? ഇന്ത്യയിലെ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടന്നത് 1951 ഒക്ടോബർ 25 മുതൽ 1952 ഫെബ്രുവരി 21 വരെയാണ്. ഫസ്റ്റ് വോട്ടിംഗ് നടന്നത് ഹിമാചൽ പ്രദേശിലെ ചീനി താലൂക്കിലാണ്. എന്താണ്? ഇന്ത്യയിലെ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന സ്ഥലം ഹിമാചൽ പ്രദേശ് സംസ്ഥാനത്തെ ചീനി താലൂക്കിലാണ്. ആദ്യത്തെ വോട്ടറുടെ പേര് ചോദിക്കാറുണ്ട്. എന്താണ്? ശ്യാം ശരൺ നേഗിയാണ് ആദ്യത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ആദ്യത്തെ വോട്ടർ എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടന്നത് 1951 ഒക്ടോബർ 25 മുതൽ 1952 ഫെബ്രുവരി 21 വരെയാണ്. ആദ്യത്തെ വോട്ടിംഗ് നടന്നത് ഹിമാചൽ പ്രദേശിലെ ചീനി താലൂക്കിലാണ്. ആദ്യത്തെ വോട്ടർ ശ്യാം ചരൺ നേഗിയാണ്. ആരാണ്? ശ്യാം ചരൺ നേഗിയാണ് ആദ്യത്തെ വോട്ടർ എന്ന് പറയുന്നത്.
2017 നവംബർ 9 നടന്ന ഹിമാചൽ പ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 2017 നവംബർ 9 നടന്ന ഹിമാചൽ പ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 100 വയസ്സുള്ള നേഗി വോട്ട് രേഖപ്പെടുത്തുകയുണ്ടായി. അങ്ങനെ വാർത്തകളിലൊക്കെ ഇടം നേടുകയുണ്ടായി. അപ്പൊ നമ്മൾ പറഞ്ഞത് ഒരിക്കൽ കൂടി പറയാം. ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടന്നത് 1951 ഒക്ടോബർ 25 മുതൽ 1952 ഫെബ്രുവരി 21 വരെയാണ്. ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന സ്ഥലം ഏതാണ്? ഹിമാചൽ പ്രദേശിലെ ചീനി താലൂക്കാണ്. ആദ്യത്തെ വോട്ടർ ശ്യാം ശരൺ നേഗിയാണ്. ഇന്ത്യയിലെ ആദ്യ പൊതു തിരഞ്ഞെടുപ്പിലെ സീറ്റുകളുടെ എണ്ണം ആകെ 489 സീറ്റുകളിലേക്കാണ് ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പിൽ മത്സരം നടന്നത്. അതില് കോൺഗ്രസ് 364 സീറ്റുകൾ നേടി വിജയിക്കുകയാണ് ഉണ്ടായത്. ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പിലെ സീറ്റുകളുടെ എണ്ണം 489 ആണ്. കോൺഗ്രസ് 364 സീറ്റ് നേടി വിജയിച്ചു. ലോക്സഭയിലെ മുഖ്യ പ്രതിപക്ഷമായി ഇരുന്നിട്ടുള്ള ഏക സംസ്ഥാന പാർട്ടി ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ഉത്തരം എന്താണ്? തെലുങ്കുദേശം പാർട്ടിയാണ്. ലോക്സഭയിൽ മുഖ്യ പ്രതിപക്ഷമായി ഇരുന്നിട്ടുള്ള ഏക സംസ്ഥാന പാർട്ടിയാണ് തെലുങ്കുദേശം പാർട്ടി. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം. ഇന്ത്യയിലെ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടന്നത് 1951 ഒക്ടോബർ 25 മുതൽ 1952 ഫെബ്രുവരി 21 വരെയാണ്. ഇന്ത്യയിലെ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടന്നത് ഹിമാചൽ പ്രദേശിലെ ചീനി താലൂക്കിലാണ്. ആദ്യത്തെ വോട്ടർ ശ്യാം ശരൺ നേഗിയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യ പൊതു തിരഞ്ഞെടുപ്പിലെ സീറ്റുകളുടെ എണ്ണം 489 ആണ്. കോൺഗ്രസ് 364 സീറ്റുകൾ നേടി വിജയിക്കുകയാണ് ഉണ്ടായത്. ലോക്സഭയിൽ മുഖ്യ പ്രതിപക്ഷമായി ഇരുന്നിട്ടുള്ള ഏക സംസ്ഥാന പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ഉത്തരം? തെലുങ്കുദേശം പാർട്ടിയാണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ മേ ബി റിമൂവ്ഡ് ഫ്രം ഹിസ് ഓഫീസ് ഓൺലി ബൈ ദി പ്രോസസ് ഓഫ് ഇംപീച്ച്മെന്റ്. തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യാനുള്ള നടപടിക്രമത്തിന് പറയുന്നതാണ് ഇംപീച്ച്മെന്റ്. തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യാനുള്ള നടപടിക്രമത്തിനെയാണ് ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നത്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളുടെ വേതനം ആരുടേതിന് തുല്യമാണെന്ന് ചോദിക്കാറുണ്ട്. ആരുടേതിന് തുല്യമാണ്? ഒരു സുപ്രീം കോടതി ജഡ്ജിയുടെ വേതനത്തിന് തുല്യമാണ് ആരുടെ? തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളുടെ വേതനം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് പറഞ്ഞത്? ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ അല്ലെങ്കിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യാനുള്ള നടപടിക്രമത്തിന്റെ പേരാണ് ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നത്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളുടെ സാലറി എന്ന് പറയുന്നത് ഒരു സുപ്രീം കോടതി ജഡ്ജിയുടെ സാലറിക്ക് തുല്യമാണ്. രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകൾ സംബന്ധിച്ച തർക്കങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുന്നത് സുപ്രീം കോടതിയാണ്. രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പുകൾ സംബന്ധിച്ച തർക്കങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുന്നത് ആരാണ്? സുപ്രീം കോടതിയാണ്. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യാനുള്ള നടപടിക്രമത്തിന്റെ പേരാണ് ഇംപീച്ച്മെന്റ്. അതുപോലെ തന്നെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളുടെ വേതനം എന്ന് പറയുന്നത്, സാലറി എന്ന് പറയുന്നത് ആരുടേതിന് തുല്യമാണ്? ഒരു സുപ്രീം കോടതി ജഡ്ജിയുടെ വേതനത്തിന് തുല്യമാണ്. അപ്പൊ ഒരിക്കൽ കൂടി പറയാം. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യാനുള്ള നടപടിക്രമത്തിന് പേരാണ് ഇംപീച്ച്മെന്റ്. സാലറി ആൻഡ് അലവൻസസ് ഓഫ് ഇലക്ഷൻ കമ്മീഷണേഴ്സ് ആർ ഈക്വൽ ടു ദാറ്റ് ഓഫ് എ ജഡ്ജ് ഓഫ് ദ സുപ്രീം കോർട്ട്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളുടെ സാലറി എന്ന് പറയുന്നത് സുപ്രീം കോടതി ജഡ്ജിമാരുടെ സാലറിക്ക് തുല്യമാണ്. അതുപോലെ തന്നെ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പുകൾ സംബന്ധിച്ച തർക്കങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുന്നത് ആരാണ്? സുപ്രീം കോടതിയാണ്. ഫസ്റ്റ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ സുകുമാർ സെൻ. ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് സുകുമാർ സെൻ. ഫസ്റ്റ് മലയാളി ടു ബിക്കം ദ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ TN ശേഷൻ. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ ആദ്യ മലയാളിയാണ് TN ശേഷൻ. ഫസ്റ്റ് വുമൺ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ VS രമാദേവി. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ ആദ്യ വനിതയാണ് VS രമാദേവി. ലോങ്സ്റ്റ് സെർവിംഗ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ KVK സുന്ദരം. ഏറ്റവും കൂടുതൽ കാലം മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്നത് KVK സുന്ദരമാണ്. ഷോർട്ടസ്റ്റ് സെർവിംഗ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ VS രമാദേവി. ഏറ്റവും കുറച്ചു കാലം മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്നത് VS രമാദേവിയുമാണ്. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇന്ത്യയിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് സുകുമാർ സെൻ. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ ആദ്യ മലയാളി TN ശേഷനാണ്. ഇന്ത്യയിൽ ആദ്യമായി തിരഞ്ഞെടുപ്പിൽ ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് നൽകി തുടങ്ങിയത് ആര് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരിക്കുമ്പോഴാണെന്ന് ചോദിച്ചാൽ ഉത്തരം TN ശേഷൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്നപ്പോഴാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് തിരഞ്ഞെടുപ്പിൽ ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് നൽകി തുടങ്ങിയത്. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇന്ത്യയിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് സുകുമാർ സെൻ.
തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ ആദ്യത്തെ മലയാളിയാണ് TN ശേഷൻ. ആദ്യമായിട്ട് ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പിൽ ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് നൽകി തുടങ്ങിയത് TN ശേഷൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്നപ്പോഴാണ്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ ഏക വനിതയാണ് അല്ലെങ്കിൽ ആദ്യത്തെ വനിതയുമാണ് VS രമാദേവി എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ കാലം മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്നത് KVK സുന്ദരമാണ്. ഏറ്റവും കുറച്ചു കാലം മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്നത് VS രമാദേവിയാണ്. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇന്ത്യയിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് സുകുമാർ സെൻ. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ ആദ്യത്തെ മലയാളിയാണ് TN ശേഷൻ. ഇന്ത്യയിൽ ആദ്യമായി തിരഞ്ഞെടുപ്പിൽ ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് നൽകി തുടങ്ങിയത് TN ശേഷൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരിക്കുമ്പോഴാണ്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ ഏക വനിത ആദ്യത്തെ വനിതയാണ് VS രമാദേവി. ഏറ്റവും കൂടുതൽ കാലം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്നത് KVK സുന്ദരമാണ്. ഏറ്റവും കുറച്ചു കാലം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്നത് VS രമാദേവിയാണ്. ഒരിക്കൽ കൂടി പറയാം, ഇന്ത്യയിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് സുകുമാർ സെൻ. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ ആദ്യത്തെ മലയാളി, കേന്ദ്ര ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യത്തെ മലയാളിയാണ് TN ശേഷൻ. ഇന്ത്യയിൽ ആദ്യമായി തിരഞ്ഞെടുപ്പിൽ ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് നൽകി തുടങ്ങിയത് TN ശേഷൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നപ്പോഴാണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യത്തെ വനിതയാണ് VS രമാദേവി. ഏറ്റവും കുറച്ചു കാലം ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്ന വ്യക്തിയും VS രമാദേവിയാണ്. ഏറ്റവും കൂടുതൽ കാലം ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നത് KVK സുന്ദരമാണ്. Article deals with the universal adult franchise. Article 326 വോട്ടവകാശം എന്നത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 326. എന്താണ്? ആർട്ടിക്കിൾ ഡീൽസ് വിത്ത് ദ യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ്. ആർട്ടിക്കിൾ 326 സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 326 ആണ്. എന്താണ്? സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ഉത്തരം എന്താണ്? ആർട്ടിക്കിൾ 326 ആണ്. ഇന്ത്യയിൽ വോട്ടവകാശം എന്നത് ഒരു ലീഗൽ റൈറ്റ് ആണ്. വോട്ടിംഗ് പ്രായം 21 നിന്നും 18 വയസ്സാക്കി കുറച്ചത് 1989 എന്താണ്? വോട്ടിംഗ് ഏജ് റെഡ്യൂസ്ഡ് ഫ്രം 21 years to 18 years in 1989. വോട്ടിംഗ് പ്രായം 21 നിന്നും 18 വയസ്സാക്കി കുറച്ചത് 1989 വോട്ടിംഗ് പ്രായം 21 നിന്നും 18 ആക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണെന്ന് ചോദിക്കാം. എത്രയാണ്? 61ാം ഭരണഘടനാ ഭേദഗതിയാണ് വോട്ടിംഗ് പ്രായത്തെ 21 നിന്നും 18 ആക്കി ചുരുക്കിയത്. വോട്ടിംഗ് പ്രായം 21 നിന്നും 18 ആക്കിയ പ്രധാനമന്ത്രി ആരാണ്? രാജീവ് ഗാന്ധിയാണ്. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 326. വോട്ടിംഗ് പ്രായം 21 നിന്നും 18 ആക്കി ചുരുക്കിയ ഭരണഘടനാ ഭേദഗതി 61ാം ഭരണഘടനാ ഭേദഗതിയാണ്. ഏത് വർഷമാണ് വോട്ടിംഗ് പ്രായം 21 നിന്നും 18 ആക്കി കുറച്ചത്? 1989. ആരായിരുന്നു പ്രധാനമന്ത്രി? രാജീവ് ഗാന്ധി. അപ്പൊ ഒരിക്കൽ കൂടി പറയാം, വോട്ടവകാശം എന്നത് ഇന്ത്യയിൽ ഒരു ലീഗൽ റൈറ്റ് ആണ്. യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 326. വോട്ടിംഗ് പ്രായം 21 നിന്നും 18 ആക്കി കുറച്ചത് 1989. 61ാം ഭരണഘടനാ ഭേദഗതിയാണ് വോട്ടിംഗ് പ്രായം 21 നിന്നും 18 ആക്കിയ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. വോട്ടിംഗ് പ്രായം 21 നിന്നും 18 ആക്കിയ പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധി. രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുന്നതും ചിഹ്നം അനുവദിക്കുന്നതും വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതും ആരാണ്? തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. എന്താണ്? രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുന്നതും ചിഹ്നം അനുവദിക്കുന്നതും വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതും തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ലോക്സഭ, നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്കുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് ആരാണ്? ഇലക്ഷൻ കമ്മീഷനാണ്. ഇലക്ഷനിൽ മത്സരിക്കാനായിട്ട് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നിവർ കെട്ടിവെക്കേണ്ടത് 15,000 രൂപയാണ്. രാജ്യസഭാ മെമ്പർ, ലോക്സഭാ മെമ്പർ എന്നിവരാകാനായിട്ട് 25,000 രൂപ കെട്ടിവെക്കണം. SC/ST വിഭാഗത്തിൽ നിന്നുമുള്ളവർ രാജ്യസഭ, ലോക്സഭ മെമ്പർ ആവാനായിട്ട് 12,500 രൂപയാണ് കെട്ടിവെക്കേണ്ടത്. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുന്നതും ചിഹ്നം അനുവദിക്കുന്നതും വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതും തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്.
ഇലക്ഷനിൽ മത്സരിക്കാനായിട്ട് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നിവർ കെട്ടിവെക്കേണ്ടത് എത്ര രൂപയാണ്? 15,000 രൂപയാണ്. രാജ്യസഭ, ലോക്സഭ മെമ്പറൊക്കെ ആകാനായിട്ട് 25,000 രൂപ കെട്ടിവെക്കണം. SC/ST വിഭാഗത്തിലുള്ളവർ രാജ്യസഭ, ലോക്സഭ മെമ്പർ ആവാനായിട്ട് 12,500 രൂപയാണ് കെട്ടിവെക്കേണ്ടത്. നിയമസഭാ അംഗമാകാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു സ്ഥാനാർത്ഥി കെട്ടിവെക്കേണ്ടത് 10,000 രൂപയാണ്. SC/ST വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയാണെങ്കിൽ 5,000 രൂപയും കെട്ടിവെക്കണം. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുന്നതും ചിഹ്നം അനുവദിക്കുന്നതും വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതും തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇലക്ഷനിൽ മത്സരിക്കാനായിട്ട് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നിവർ കെട്ടിവെക്കേണ്ടത് 15,000 രൂപയാണ്. രാജ്യസഭാ മെമ്പർ, ലോക്സഭാ മെമ്പർ എന്നിവയാകാനായിട്ട് 25,000 രൂപ കെട്ടിവെക്കണം. സ്ഥാനാർത്ഥി SC/ST വിഭാഗത്തിൽ നിന്നുമുള്ളയാളാണെങ്കിൽ രാജ്യസഭയും ലോക്സഭയും മെമ്പർ ആവാനായിട്ട് 12,500 രൂപ കെട്ടിവെക്കണം. നിയമസഭാ അംഗമാകാനായിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു സ്ഥാനാർത്ഥി കെട്ടിവെക്കേണ്ടത് 10,000 രൂപയാണ്. SC/ST വിഭാഗത്തിൽ നിന്നുമുള്ളവരാണെങ്കിൽ 5,000 രൂപയും കെട്ടിവെക്കണം. സ്ഥാനാർത്ഥികൾ റിട്ടേണിംഗ് ഓഫീസറുടെ മുന്നിലാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടത്. ആരുടെ മുമ്പിലാണ്? സ്ഥാനാർത്ഥികൾ റിട്ടേണിംഗ് ഓഫീസറുടെ മുന്നിലാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടത്. ഒരു സ്ഥാനാർത്ഥിക്ക് പരമാവധി 2 മണ്ഡലങ്ങളിൽ നിന്ന് ഒരേ സമയം മത്സരിക്കാൻ കഴിയും. എന്താണ്? ഒരു സ്ഥാനാർത്ഥിക്ക് പരമാവധി 2 മണ്ഡലങ്ങളിൽ നിന്നും ഒരേ സമയം മത്സരിക്കാൻ കഴിയും. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുന്നതും ചിഹ്നം അനുവദിക്കുന്നതും വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതുമെല്ലാം തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇലക്ഷനിൽ മത്സരിക്കാനായിട്ട് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നിവർ കെട്ടിവെക്കേണ്ടത് 15,000 രൂപയാണ്. രാജ്യസഭാ മെമ്പർ, ലോക്സഭാ മെമ്പർ എന്നിവയാകാനായിട്ട് 25,000 രൂപ കെട്ടിവെക്കണം. SC/ST വിഭാഗത്തിൽ നിന്നുമുള്ളയാളാണെങ്കിൽ രാജ്യസഭ, ലോക്സഭ മെമ്പർ ആകുവാനായിട്ട് 12,500 രൂപ കെട്ടിവെക്കണം. നിയമസഭാ അംഗമാകാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു സ്ഥാനാർത്ഥി കെട്ടിവെക്കേണ്ടത് 10,000 രൂപയാണ്. SC/ST വിഭാഗത്തിൽ നിന്നുമുള്ളവർ 5,000 രൂപയും കെട്ടിവെക്കണം. സ്ഥാനാർത്ഥികൾ റിട്ടേണിംഗ് ഓഫീസറുടെ മുമ്പിലാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടത്. ആരുടെ മുമ്പിലാണ്? റിട്ടേണിംഗ് ഓഫീസറുടെ മുമ്പിലാണ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടത്. ഒരു സ്ഥാനാർത്ഥിക്ക് പരമാവധി 2 മണ്ഡലങ്ങളിൽ നിന്ന് ഒരേ സമയം മത്സരിക്കാൻ കഴിയും. പോളിംഗ് അവസാനിക്കുന്നതിന് 48 മണിക്കൂർ മുമ്പാണ് പ്രചരണ പരിപാടികൾ അവസാനിപ്പിക്കേണ്ടത്. പോളിംഗ് അവസാനിക്കുന്നതിന് 48 മണിക്കൂർ മുമ്പാണ് പ്രചരണ പരിപാടികൾ അവസാനിപ്പിക്കേണ്ടത്. പോളിംഗ് ആരംഭിക്കുന്നത് പൊതുവെ 7 മണിക്കാണ്, രാവിലെ 7 മണിക്കാണ്. ഒരു പോളിംഗ് ബൂത്തിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനെ പ്രിസൈഡിംഗ് ഓഫീസർ എന്നാണ് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടത് റിട്ടേണിംഗ് ഓഫീസറുടെ മുൻപിലാണ്. ഒരു സ്ഥാനാർത്ഥിക്ക് പരമാവധി ഒരേ സമയം 2 മണ്ഡലങ്ങളിൽ നിന്നും മത്സരിക്കാൻ കഴിയും. പോളിംഗ് അവസാനിക്കുന്നതിന് 48 മണിക്കൂർ മുമ്പ് പ്രചരണ പരിപാടികളൊക്കെ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. പോളിംഗ് ആരംഭിക്കുന്നത് പൊതുവെ രാവിലെ 7 മണിക്കാണ്. ഒരു പോളിംഗ് ബൂത്തിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനെയാണ് പ്രിസൈഡിംഗ് ഓഫീസർ എന്ന് പറയുന്നത്. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ആകെ പോൾ ചെയ്ത വോട്ടിന്റെ 1/6 വോട്ട് ലഭിക്കാതെ വരികയാണെങ്കിൽ കെട്ടിവെച്ച തുക നഷ്ടമാകും. നമ്മൾ നേരത്തെ തുക കെട്ടിവെക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ആകെ പോൾ ചെയ്ത വോട്ടിന്റെ 1/6 വോട്ട് ലഭിക്കാതെ വരികയാണെങ്കിൽ കെട്ടിവെച്ച തുക നഷ്ടമാകും. ഒരു സ്ഥാനാർത്ഥിക്ക് നേരത്തെ പറഞ്ഞു എന്താണ്? ഒരു സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടത് റിട്ടേണിംഗ് ഓഫീസറുടെ മുൻപിലാണ്. ഒരു സ്ഥാനാർത്ഥിക്ക് പരമാവധി 2 മണ്ഡലങ്ങളിൽ നിന്ന് ഒരേ സമയം മത്സരിക്കാൻ കഴിയും. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ആകെ പോൾ ചെയ്ത വോട്ടിന്റെ 1/6 വോട്ട് ലഭിക്കാതെ വരികയാണെങ്കിൽ അദ്ദേഹത്തിന് കെട്ടിവെച്ച തുക നഷ്ടമാകും. അതുപോലെ തന്നെ പോളിംഗ് അവസാനിക്കുന്നതിന് 48 മണിക്കൂർ മുമ്പാണ് പ്രചരണ പരിപാടികൾ അവസാനിപ്പിക്കേണ്ടത്. പോളിംഗ് ആരംഭിക്കുന്നത് പൊതുവെ രാവിലെ 7 മണിക്കാണ്. ഒരു പോളിംഗ് ബൂത്തിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനെയാണ് പ്രിസൈഡിംഗ് ഓഫീസർ എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ് ടു ഇഷ്യൂ ഇലക്ടറൽ ഐഡന്റിറ്റി കാർഡ്സ് ടു ഓൾ വോട്ടേഴ്സ്. ഹരിയാന. എല്ലാ വോട്ടേഴ്സിനും ഇലക്ടറൽ ഐഡന്റിറ്റി കാർഡ്സ് ഇഷ്യൂ ചെയ്ത ആദ്യത്തെ സംസ്ഥാനമാണ് ഹരിയാന. എല്ലാ വോട്ടേഴ്സ് ലിസ്റ്റ് കമ്പ്യൂട്ടറൈസ് ചെയ്ത ആദ്യത്തെ സംസ്ഥാനവും ഹരിയാനയാണ്. എന്താണ്? എല്ലാ വോട്ടേഴ്സിനും, എല്ലാ വോട്ടർമാർക്കും ഇലക്ടറൽ ഐഡന്റിറ്റി കാർഡുകൾ വിതരണം ചെയ്ത ആദ്യത്തെ സംസ്ഥാനം ഹരിയാനയാണ്. എന്താണ്? എല്ലാ വോട്ടർമാർക്കും ഇലക്ടറൽ ഐഡന്റിറ്റി കാർഡ്സ് വിതരണം ചെയ്ത ആദ്യത്തെ സംസ്ഥാനമാണ് ഹരിയാന. വോട്ടേഴ്സ് ലിസ്റ്റ് കമ്പ്യൂട്ടറൈസ് ചെയ്ത ആദ്യത്തെ സംസ്ഥാനവും ഹരിയാനയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി ഇതുവരെ പറഞ്ഞതെല്ലാം പറയാം. ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 324 മുതൽ 329 വരെയാണ്.
തിരഞ്ഞെടുപ്പിനെയും അതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥിതിവിവര കണക്കുകളുടെയും പഠനമാണ് സെഫലോളജി. ഇന്ത്യൻ സെഫലോളജിയുടെ പിതാവ് പ്രണോയ് റോയി ആണ്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 ജനുവരി 25-നാണ്. നാഷണൽ വോട്ടേഴ്സ് ഡേ ആയി ആചരിക്കുന്നത് ജനുവരി 25 ആണ്. 2011 മുതലാണ് ജനുവരി 25 നാഷണൽ വോട്ടേഴ്സ് ഡേ ആയി ആചരിക്കാൻ തുടങ്ങിയത്. ഇലക്ഷൻ കമ്മീഷന്റെ ആസ്ഥാനം നിർവാചൻ സദനാണ്. ന്യൂഡൽഹിയിലാണ് നിർവാചൻ സദൻ. ഇലക്ഷൻ കമ്മീഷനിൽ ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 ഇലക്ഷൻ കമ്മീഷണർമാരും ഉൾപ്പെടെ ആകെ 3 അംഗങ്ങളാണുള്ളത്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാലാവധി എന്ന് പറയുന്നത് 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ലോക്സഭ, രാജ്യസഭ, സംസ്ഥാന നിയമസഭ എന്നീ തിരഞ്ഞെടുപ്പുകൾക്കെല്ലാം മേൽനോട്ടം വഹിക്കുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ഇന്ത്യയിലെ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടന്നത് 1951 ഒക്ടോബർ 25 മുതൽ 1952 ഫെബ്രുവരി 21 വരെയാണ്. ഇന്ത്യയിലെ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന സ്ഥലം ഹിമാചൽ പ്രദേശിലെ ചീനി താലൂക്കാണ്. ആദ്യത്തെ വോട്ടറുടെ പേര് ശ്യാം ശരൺ നേഗി എന്നാണ്. ഇന്ത്യയിലെ ആദ്യ പൊതു തിരഞ്ഞെടുപ്പിലെ സീറ്റുകൾ 489 ആണ്. കോൺഗ്രസ് നേടിയ സീറ്റുകൾ 364. ലോക്സഭയിൽ മുഖ്യ പ്രതിപക്ഷമായിരുന്നിട്ടുള്ള ഏക സംസ്ഥാന പാർട്ടിയാണ് തെലുങ്കുദേശം പാർട്ടി. തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുന്ന നടപടിക്കാണ് ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നത്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളുടെ സാലറി എന്ന് പറയുന്നത് സുപ്രീം കോടതി ജഡ്ജിമാരുടെ സാലറിക്ക് തുല്യമാണ്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പുകൾ സംബന്ധിച്ച തർക്കങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുന്നത് സുപ്രീം കോടതിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ ആണ്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ ആദ്യ മലയാളി TN ശേഷനാണ്. ഇന്ത്യയിൽ ആദ്യമായി തിരഞ്ഞെടുപ്പിൽ ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് നൽകി തുടങ്ങിയത് TN ശേഷൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരിക്കുമ്പോഴാണ്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ ഏക വനിത VS രമാദേവിയാണ്. ആദ്യത്തെ വനിതയാണ് VS രമാദേവി. ഏറ്റവും കൂടുതൽ കാലം മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്നത് KVK സുന്ദരമാണ്. ഏറ്റവും കുറച്ചു കാലം മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്നത് VS രമാദേവിയാണ്. വോട്ടവകാശം എന്നത് ഇന്ത്യയിലെ ലീഗൽ റൈറ്റ് ആണ്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 326 ആണ്. വോട്ടിംഗ് പ്രായം 21 നിന്നും 18 ആക്കി കുറച്ചത് 1989-ലാണ്. വോട്ടിംഗ് പ്രായം 21 നിന്നും 18 ആക്കിയ ഭരണഘടനാ ഭേദഗതിയാണ് 61-ാം ഭേദഗതി. വോട്ടിംഗ് പ്രായം 21 നിന്നും 18 ആക്കിയ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുന്നതും ചിഹ്നം അനുവദിക്കുന്നതും വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതും തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇലക്ഷനിൽ മത്സരിക്കാനായി പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നിവർ കെട്ടിവെക്കേണ്ടത് 15,000 രൂപയാണ്. രാജ്യസഭാ മെമ്പർ, ലോക്സഭാ മെമ്പർ എന്നിവയാകുവാൻ 25,000 രൂപ കെട്ടിവെക്കണം. SC/ST വിഭാഗത്തിൽ നിന്നുള്ള ആളാണ് സ്ഥാനാർത്ഥിയെങ്കിൽ രാജ്യസഭ, ലോക്സഭാ മെമ്പർ ആകുവാൻ 12,500 രൂപയാണ് കെട്ടിവെക്കേണ്ടത്. നിയമസഭാ അംഗമാകാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു സ്ഥാനാർത്ഥി കെട്ടിവെക്കേണ്ടത് 10,000 രൂപയാണ്. SC/ST വിഭാഗത്തിൽ നിന്നുള്ളവർ 5,000 രൂപയും കെട്ടിവെക്കണം. സ്ഥാനാർത്ഥികൾ റിട്ടേണിംഗ് ഓഫീസറുടെ മുൻപിലാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടത്. ഒരു സ്ഥാനാർത്ഥിക്ക് പരമാവധി 2 മണ്ഡലങ്ങളിൽ നിന്നും ഒരേ സമയം മത്സരിക്കാൻ കഴിയും. പോളിംഗ് അവസാനിക്കുന്നതിന് 48 മണിക്കൂർ മുൻപാണ് പ്രചരണ പരിപാടികൾ അവസാനിപ്പിക്കേണ്ടത്. പോളിംഗ് ആരംഭിക്കുന്നത് പൊതുവെ രാവിലെ 7 മണിക്കാണ്. ഒരു പോളിംഗ് ബൂത്തിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനെയാണ് പ്രിസൈഡിംഗ് ഓഫീസർ എന്ന് പറയുന്നത്. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ആകെ പോൾ ചെയ്ത വോട്ടിന്റെ 1/6 വോട്ട് ലഭിക്കാതെ വരികയാണെങ്കിൽ കെട്ടിവെച്ച തുക നഷ്ടമാകും. അതുപോലെ തന്നെ എല്ലാ വോട്ടർമാർക്കും ഇലക്ടറൽ ഐഡന്റി കാർഡുകൾ വിതരണം ചെയ്ത ആദ്യത്തെ സംസ്ഥാനം ഹരിയാനയാണ്. വോട്ടേഴ്സ് ലിസ്റ്റ് കമ്പ്യൂട്ടറൈസ് ചെയ്ത ആദ്യത്തെ സംസ്ഥാനവും ഹരിയാനയാണ്. ഇനി നമുക്ക് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് നോക്കാം. കേരള സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഡിസംബർ 3-നാണ്. എന്താണ്? കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഡിസംബർ 3-നാണ്. കേരള സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത് ആർട്ടിക്കിൾ 243K പ്രകാരമാണ്. എന്താണ്? Kerala State Election Commission came into existence on 3rd December 1993 according to the Article 243K of Indian Constitution. കേരള സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഡിസംബർ 3-നാണ്. കേരള സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത് ആർട്ടിക്കിൾ 243K പ്രകാരമാണ്. The superintendents
Direction and control of all elections to the panchayats shall be vested in State Election Commission. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളുടെ പദവിയും സാലറിയും ആരുടേതിന് തുല്യമാണ്? ഹൈക്കോടതി ജഡ്ജിമാരുടെ സാലറിക്കും പദവിക്കും തുല്യമാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളുടെ പദവിയും വേതനവും എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? കേരള സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഡിസംബർ 3-നാണ്. ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ആർട്ടിക്കിൾ 243K പ്രകാരമാണ് കേരള സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളുടെ പദവിയും വേതനവും ഹൈക്കോടതി ജഡ്ജിമാരുടെ പദവിക്കും വേതനത്തിനും തുല്യമാണ്. അപ്പൊ ഒരിക്കൽ കൂടി പറയാം, കേരള സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഡിസംബർ 3-നാണ്. കേരള സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത് ആർട്ടിക്കിൾ 243K പ്രകാരമാണ്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾക്ക് നേതൃത്വം വഹിക്കുന്നതും മേൽനോട്ടം വഹിക്കുന്നതും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളുടെ പദവിയും സാലറിയും ഹൈക്കോടതി ജഡ്ജിമാരുടെ പദവിക്കും സാലറിക്കും തുല്യമാണ്. ടെന്യൂർ ഓഫ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ 5 years or 65 years. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. എന്താണ്? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. ഫസ്റ്റ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് കേരള എന്ന് പറയുന്നത് MSK രാമസ്വാമിയാണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ ആദ്യത്തെ വ്യക്തിയാണ് MSK രാമസ്വാമി. കേരളത്തിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് MSK രാമസ്വാമി. ഇപ്പോഴത്തെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ V ഭാസ്കരനാണ്. എന്താണ്? കേരളത്തിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് MSK രാമസ്വാമി. ഇപ്പോഴത്തെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ V ഭാസ്കരനാണ്. എന്നാൽ നിലവിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ടീക്കാറാം മീണയാണ്. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുന്ന നടപടിയും ഇംപീച്ച്മെന്റ് എന്നാണ് പറയുന്നത്. കേരളത്തിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് MSK രാമസ്വാമി. ഇപ്പോഴത്തെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ V ഭാസ്കരനാണ്. എന്നാൽ നിലവിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ മാറിപ്പോവരുത്. ചീഫ് ഇലക്ടറൽ ഓഫീസറാണ് ടീക്കാറാം മീണ. അപ്പൊ ഒരിക്കൽ കൂടി പറയാം സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച്. കേരള സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഡിസംബർ 3-നാണ്. കേരള സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത് ആർട്ടിക്കിൾ 243K പ്രകാരമാണ്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളുടെ പദവിയും വേതനവും ഹൈക്കോടതി ജഡ്ജിമാരുടെ പദവിക്കും വേതനത്തിനും തുല്യമാണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുന്ന നടപടിയാണ് ഇംപീച്ച്മെന്റ്. കേരളത്തിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്താണ്? കേരളത്തിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് MSK രാമസ്വാമി. ഇപ്പോഴത്തെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ V ഭാസ്കരനാണ്. എന്നാൽ നിലവിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ മാറിപ്പോവരുത്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് V ഭാസ്കരനെങ്കിൽ ചീഫ് ഇലക്ടറൽ ഓഫീസറാണ് ടീക്കാറാം മീണ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണ്. ഇന്ന് പങ്കുവച്ച അറിവുകൾ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. മറ്റൊരു ഉപകാരപ്രദമായ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.